പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കാം. അപ്പോൾ നെയ്യ് ഉരുകി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/2 സ്പൂണോളം കടുകിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ ചടപടാന്ന് പൊട്ടിയിട്ട് വരുമ്പോൾ ഒരു 10 മണി ഉഴുന്നുപരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അതിന് പിന്നാലെ 2-3 വറ്റൽമുളകും 1 തണ്ടോളം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കറിവേപ്പിലയുടെയൊക്കെ നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 10-15 കാഷ്യൂ നട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ചെറുതാക്കിയിട്ടും ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ട് കിട്ടണം. ഇതിലേക്ക് ഒരു ചെറിയ സവോള കൊത്തി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതിയാവും. ഞാൻ ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് വീണ്ടും ഇതിനെ വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതാക്കിയിട്ട് കനം കുറച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പടവലങ്ങയുടെ പീസസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു ചെറിയ പടവലങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 സ്പൂണോളം വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു അടപ്പ് വെച്ചിട്ട് അടച്ച് നമുക്ക് ഒരു 10 മിനിറ്റോളം ഇതിനെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് മറക്കുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് മറ്റൊരു കാര്യം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു ജാറിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം തേങ്ങ ചെറുകിയതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു 3-4 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. അതോടൊപ്പം ഒരു 4-5 ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 സ്പൂണോളം മുളക് പൊടി എന്നിവയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് പച്ചമുളകും വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ പച്ച കളറാണ് നമ്മുടെ പടവലങ്ങയ്ക്കുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ വീണ്ടും പച്ചമുളക് ചേർക്കുമ്പോൾ ആകെ പച്ചമയമായി മാറും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിന് പകരം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇതാ നോക്കിക്കേ, ഞാൻ ഇതുപോലെയാണ് ചതച്ചെടുത്തിരിക്കുന്നത്. അരഞ്ഞു പോരത്. ഒന്ന് ബാക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ചതച്ചെടുത്താൽ മതിയാവും. ഇനി ഇതൊരു ഭാഗത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പടവലങ്ങയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. എന്നാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, കറക്റ്റ് വേവാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഒന്ന് മിക്സ് ചെയ്യുക പെട്ടെന്ന്. അതിനുശേഷം ഒരു 2 മിനിറ്റോളം നമുക്ക് ഇതിനെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, തേങ്ങയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി നമ്മളുടെ തോരനിലേക്ക് അതിൻ്റെ ഫുൾ ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് എല്ലാത്തിലേക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു 2 മിനിറ്റോളം ഇതിനെ കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പടവലങ്ങ കാഷ്യൂനട്ട് തോരൻ തയ്യാറായി കഴിഞ്ഞു. പടവലങ്ങ ഇഷ്ടപ്പെടാത്തവർക്കും കൂടി ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് കേട്ടോ ഈ തോരൻ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒരു പുതിയൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ നിങ്ങൾ അതൊക്കെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ, ടേക്ക് കെയർ.